വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രാവലിംഗ് വ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് പോകുന്നത് ഹരിദ്വാറിലേക്കാണ്. ക്വാർട്ടേഴ്സിൽ നിന്ന് നമ്മൾ 2:30 ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ നാട്ടിൽ നിന്ന് അമ്മയും അച്ഛനും വന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഹരിദ്വാറിലേക്കാണ്. ഇവിടുന്ന് 2.5 മണിക്കൂറാണ് കേട്ടോ ഹരിദ്വാറിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഹരിദ്വാറിൽ പോയിട്ടുണ്ട്. അന്ന് നമ്മൾ രാവിലെ പോയത് കാരണം നമുക്ക് ഗംഗാരതി ഒന്നും കാണാനായിട്ട് കഴിഞ്ഞില്ല. അപ്പം നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്തു ഈവനിങ് ടൈം പോയാൽ മാത്രമേ നമുക്ക് ഗംഗാരതി കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈവനിങ്ങിൽ തന്നെ ഇറങ്ങിയത്. വഴിയിൽ നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 5:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഹർക്കി പൗഡിയിൽ എത്തിച്ചേർന്നു. അങ്ങനെ നമ്മൾ നേരെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഫീ 140 രൂപയാണ് വരുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഗംഗാരതി നടക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോയത്. അന്ന് വന്ന സമയത്ത് രാവിലെയും നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈവനിങ് ടൈമും ഇവിടെ നല്ല തിരക്കുണ്ട്. അങ്ങനെ അമ്മയും അച്ഛനും ഏട്ടനുമാണ് ഗംഗയിൽ മുങ്ങി കുളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഗംഗയിൽ കുളിച്ച് കയറി വന്നതിന് ശേഷമാണ് നമ്മൾ ആരതി കാണാനായിട്ട് പോയത്. അമ്മയും അച്ഛനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത്. അതുമാത്രമല്ല ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും തണുപ്പായിരിക്കും കേട്ടോ ഈ വെള്ളത്തിന്. ഞാനന്ന് ഗംഗയിൽ മുങ്ങിയ കാരണം ഇപ്രാവശ്യം ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഇവരുടെ സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിലായിരുന്നു. അങ്ങനെ അവർ 3 പേരും അവരുടെ പാപങ്ങളെല്ലാം കഴുകി കളഞ്ഞു. അതിനുശേഷം പിന്നെ അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് അവിടെ തന്നെയുണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സ്ഥലമെല്ലാം. അപ്പോൾ അവരങ്ങോട്ടേക്ക് പോയി. അതിനുശേഷം പിന്നെ നമ്മൾ ഗംഗാരതി തുടങ്ങുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോയത്. അപ്പോഴേക്കും ടൈമായി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഇരിക്കാൻ പോലുള്ള സ്പേസ് ഇല്ലായിരുന്നു, കാരണം അത്ര ആളുകളായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഞങ്ങൾക്ക് എന്തായാലും നിൽക്കാനായിട്ടുള്ള കുറച്ച് സ്ഥലം കിട്ടി. ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അപ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റീസൊക്കെ വന്ന് എല്ലാവരെയും അവിടെ സെറ്റ് ചെയ്ത് ഇരുത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല അവർ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗംഗാരതി ചെയ്യുന്ന ടൈമിൽ പാടേണ്ട പാട്ടും ജപിക്കേണ്ട നാമങ്ങളൊക്കെ അവർ പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മൾ അത് കേട്ട് ഓരോരുത്തരും അതുപോലെ പറയുകയാണ് കേട്ടോ. हरकी पाउडी തന്നെ പിടിച്ചോണ്ടിരിക്കുന്ന സമയമല്ലേ.
വണ്ടി കയറി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളൊരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ക്വാർട്ടേഴ്സിൽ വന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.